തോണ്ടാൻ പറ്റുള്ളൂ. വേറെ ആരെങ്കിലും തോണ്ടി നിനക്ക് നീ വിവരം അറിയും. അത് വേറെ കാര്യം. എടാ സൗണ്ട് പറഞ്ഞാൽ സൗണ്ട് കൂട്ടി. അപ്പൊ അവർക്ക് തോന്നിയാ നീ ആണുങ്ങളുടെ കയ്യിന്റെ ചൂടറിയും. ഞാൻ അന്ന് ലൈവിൽ അവിടെ വന്ന് നിന്റെ കാരണം ഞാൻ പുകയ്ക്കണം വിചാരിച്ച. കാരണം എന്താണെന്നറിയോ? നിന്റെ കാരണം എനിക്ക് പുകയ്ക്കാനും നമ്മൾ അറിയാം. നമ്മുടെ ഷാരിഫിന്റെ വീട്ടിൽ ചെന്നിട്ട് കാരണം പോയിക്കുന്ന കാര്യമാണ് പുള്ളിക്കാരി പറഞ്ഞത്. അന്നത്തെ ലൈവ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് ആ ലൈവിൽ വന്ന സമയത്ത് അവന്റെ വൈഫ് അവനെ പിടിച്ച് മാറ്റുന്നുണ്ടായിരുന്നു. അവൻ നല്ല രീതിയിൽ ഫയറും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഷാജിദ ഷാജി യൂണിവേഴ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 6 മാസം റെസ്റ്റിലായിരുന്നു. എനിക്ക് തോന്നുന്നത് 2024 ഡിസംബറിലാണ് ഈ പറയുന്ന ഷാജിദയുടെ കോൺട്രാക്ട് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത്. നമ്മുടെ ഇറ്റ്സ് മീ കൈസ് ഉണ്ടല്ലോ, അതായത് കൈസ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. 5 മക്കളെ കൊണ്ട് ഒരു സ്ത്രീ കിടന്ന് കഷ്ടപ്പെടുന്നതിൻ്റെ. അപ്പോൾ ആ ഒരു വീഡിയോ എടുത്തിട്ട് നമ്മുടെ കൈസ് വീഡിയോ റിയാക്ട് ചെയ്തു, അതിനെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ സംസാരിച്ചതിന് ശേഷം ഒരുപാട് ആൾക്കാർ സെർച്ച് ചെയ്ത് ഈ വ്യക്തിയുടെ അടുത്തോട്ട് ചെന്നു. അങ്ങനെ അവർക്ക് നല്ല ഫോളോവേഴ്സ്, സബ്സ്ക്രൈബേഴ്സ്, നല്ല നല്ല പൈസ കിട്ടാൻ തുടങ്ങി, പ്രൊമോഷൻ കിട്ടാൻ തുടങ്ങി. എന്താ പറയുക, 5 മക്കൾക്ക് നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഓരോ മാർഗവും കിട്ടി. അവസാനം ദേ കിടക്കുന്ന കൈസിനെതിരെ കുറ്റം പറയാൻ തുടങ്ങി. ലൈവിൽ വന്ന് പച്ചത്തെറി, പച്ചവരാകം. ഇതാണ് ചേച്ചിയുടെ സ്ഥിരം പരിപാടി. ഓക്കെ, അങ്ങനെയൊക്കെ വന്നതിന് ശേഷം ചേച്ചിയുടെ ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ ഞാൻ റിയാക്ഷൻ തുടങ്ങിയ സമയത്ത് ചില കള്ളത്തരങ്ങൾ, പ്രൊമോഷന്റെ പേരിലാണെന്നും പറഞ്ഞിട്ട് ഒരു 10-20 വയസ്സുള്ള ഇറക്കിൻ്റെ കൂടെ വയനാട്ടിൽ പോയതും കറങ്ങാൻ പോയതും അത് ഭയങ്കര വിഷയമായി. അതിന് ചേച്ചി അങ്ങോട്ട് ഇന്റർവ്യൂ കൊടുക്കാൻ തുടങ്ങി. 1, 2, 3, 4 ഇന്റർവ്യൂ ഒക്കെ കൊടുത്ത് 5ാമത്തെ ഇന്റർവ്യൂ വന്നിട്ട് പറഞ്ഞു ഇതെല്ലാം ഞാൻ വെറുതെ ആയിരുന്നു, റീച്ചിന് വേണ്ടി ചെയ്തായിരുന്നു, അത് ഞാൻ അങ്ങനെ ചെയ്തതാണ്, ഇങ്ങനെ ചെയ്തതാണ്. ആ ചെറുക്കൻ്റെ ഭാവി വരെ പോയെന്ന് പറയുന്നത് ഇപ്പം അവൻ്റെ കല്യാണം മുടങ്ങി. അങ്ങനെ ഓരോ വിഷയങ്ങളും കാര്യങ്ങളുണ്ട്. ഇവർ തന്നെ ഓരോ റീലും കാര്യങ്ങളൊക്കെ എടുത്ത് ലവിൻ്റെ പ്രണയമാണെന്നുള്ള രീതിയിൽ അന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ കാര്യങ്ങളൊക്കെ. അവൻ ഏതൊക്കെ രീതി പെടുത്താൻ പറ്റുന്നുണ്ടോ ആ രീതിയിലൊക്കെ നൈസായിട്ട് പെടുത്താൻ നോക്കിയതൊക്കെയാണ് ചേച്ചി. അവനിപ്പോൾ ജീവനം കൊണ്ട് ഓടി എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇപ്പം ഷാരിഫ് ഷാജിദ ആണ് വിഷയങ്ങൾ മൊത്തം. അങ്ങനെ വിഷയമായ സമയത്ത് ഈ ഷാരിഫിൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് ലൈവ് ഇട്ട് പ്രശ്നമായി കഴിഞ്ഞപ്പോൾ ഇവൻ എന്തെടുത്ത് ഇവിടെ അങ്ങ് വെറുതെ വിടാൻ നോക്കിയില്ല. ഇവിടെ കാര്യങ്ങൾ മൊത്തം നാട് മൊത്തം പറയാൻ തുടങ്ങി. അങ്ങനെ ഇവർക്ക് നെഗറ്റീവായി കഴിഞ്ഞപ്പോൾ ഇവർക്ക് വാടക വീട് പോലും കിട്ടുന്നില്ല. പോരാത്തിന് ഇവിടെ ഉമ്മയെ ഒരുപാട് ദ്രോഹിക്കുകയൊക്കെ ചെയ്ത് അടിക്കുകയൊക്കെ ചെയ്തതാണ്, അങ്ങനെ ഇറക്കി വിടുകയൊക്കെ ചെയ്തതാണ്. പിന്നെ ഹസ്ബൻഡ് ജീവൻ ഒടുക്കുകയായിരുന്നു. അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആൾക്കാർ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഇവരുടെ സംസാര രീതി, അത് മാത്രമല്ല ഇവരുടെ കുറച്ച് ബന്ധങ്ങളുടെ കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു, വോയിസും കാര്യങ്ങളും, അങ്ങനെ കുറേ വിഷയങ്ങളുണ്ടായിരുന്നു. അതാണ് സത്യം പറഞ്ഞ ചേച്ചിയുടെ ഒരു കഥ. ഞാൻ ഓടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇപ്പം ചേച്ചി വീണ്ടും കിടക്കുന്നത് ഷാരിഫിലായിട്ട് വീണ്ടും ഉടക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവരടുത്ത് കണ്ട് സെൽഫി എടുക്കുന്നതൊക്കെ നമ്മൾ കാണുകയൊക്കെ ചെയ്യാം, അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ. ഈ ഫാത്തി എന്ന് പറയുന്ന ഒരു ടീമും ഈ ഷാരിഫും തമ്മിലുള്ള ഒരു വിഷയത്തിൽ വന്നിട്ട് ഈ ഫാത്തിയുടെ കമൻറ്റ് ബോക്സിൻ്റെ താഴെ വന്നിട്ട് ഷാജിദ കമൻറ്റിട്ട് 100% ശരിയാണ് നീ പറഞ്ഞെന്നുള്ള രീതിയിലാണ്. അപ്പോഴത്തേക്ക് ലവന് കുരു പൊട്ടി. ലവൻ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചു. ഇതേ കിടക്കുന്നു ഷാജിദ ഇവിടെ തിരിച്ചു വരുമോ അവിടെ നിന്ന് തുടങ്ങി. ഓക്കെ, ഈ യൂണിവേഴ്സിൽ ഇതിലുള്ളവർക്ക് മനസ്സിലായി കാണും. ഓക്കെ, എന്തായാലും ഷാജിദയുടെ വീഡിയോ കാണുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക, അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇപ്പോൾ ഒതുങ്ങിയെന്ന് പറഞ്ഞത് അഭിനയമല്ലേ? ഇതിൻ്റെ മറുപടി നിങ്ങൾ കറക്റ്റായിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ യൂണിവേഴ്സിൽ ഇല്ലാത്തവർ കാണുന്ന ഒരു നിർബന്ധമില്ല, പൊക്കോ. ഒതുങ്ങി ജീവിക്കണം നമ്മളെ വീണ്ടും വീണ്ടും ചൊറിഞ്ഞു വരും. പെണ്ണാണ് അല്ലെങ്കിൽ നിന്നെ ഞാൻ ഒതുക്കിയതാണ്. നീ ആരുടെ എന്നെ ഒതുക്കാന്? നീ ആരെന്നെ ഒതുക്കാൻ? നീ എന്നെ കെട്ടിയ മാപ്പിളെ, അല്ലെങ്കിൽ നീ എന്റെ വാപ്പേ, നീ എന്റെ ആങ്ങളെ, അല്ലെങ്കിൽ നീ എന്റെ കാമുകനോ ആണോ എന്നെ ഒതുക്കാൻ? അല്ലെങ്കിൽ കരഞ്ഞു മെഴുകി ചെല്ലേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. ഇവന്റെ അടുത്ത ഇവിടെ ഭയങ്കര ബിസിനസ്, ഇടയ്ക്ക് ക്രീമൊന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ബിസിനസ്, ഭയങ്കര ഉടായ്പായിരുന്നു. അതെന്താ പറയുക, നാണം കെട്ട് നടക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഇവിടെ വാടക വീട്ടിൽ നിന്ന് വരെ ഇറക്കി വിട്ടതാണ്. പിന്നെ അത് മാത്രമല്ല, ലൈവിൽ കൊണ്ടുവന്നിട്ട് മക്കളെ കൊണ്ടുവരെ തോന്നിവാസം പറയിപ്പിച്ച ഒരു സ്ത്രീയാണ്. എൻ്റെ മക്കൾ വളർന്നു വന്നു കഴിഞ്ഞാൽ നിന്നെയൊക്കെ തല്ലിക്കൂ എന്ന് പറഞ്ഞൊരു സ്ത്രീയാണ് ഇവര്. പിന്നെ അത് മാത്രമല്ല, ഒരു ദിവസം വന്നിട്ട് പൊട്ടിക്കരച്ചില്, എൻ്റെ മകന് മാർക്ക് കുറവാണ്, അങ്ങനെയാണ് മറ്റാണ്, മക്കളെ ഇരുത്തി പഠിപ്പിക്കണം. ലൈവിൽ ഇരുന്ന് അപരാധം പറയുമ്പോഴേ മക്കൾക്ക് ചിലപ്പോൾ മാർക്ക് കുറഞ്ഞിരിക്കും. അങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ട് ഈ സ്ത്രീയുടെ. ഇതൊക്കെ ഒന്ന് രംഗത്ത് വന്ന് രേണമൊക്കെ മാറി നിൽക്കും, അത് വേറെ കാര്യം. നീ പറയുന്ന അഭിഹിതൊക്കെ കേട്ടിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ചിരിച്ചോണ്ട് അതെ ശരീഫേ അങ്ങനെയാണേ എന്ന് പറഞ്ഞിട്ട് ഇരിക്കാടാ. ഇരിക്കാം. പിന്നെ എനിക്ക് വളരുന്നത് ആൺകുട്ടികളാ. നീ എന്ത് അവിഹിതം ഉണ്ടാക്കിയാലും ഒരു ചുക്കുമില്ല ശരീഫേ. പക്ഷെ നിനക്ക് അങ്ങടെ അവിഹിതം കിട്ടിയാണ്ടല്ലോ വളരണത് പെൺകുട്ടികളാ. അത് കാലത്തിന് അവിടെ കെട്ടണം. നിന്റെ തന്തയ്ക്കും തള്ളയ്ക്കും കിടക്കുന്ന പോലെ ആയിരുന്നേ. അങ്ങനെ ഞാൻ പറയത്തുള്ളൂ കേട്ടോ. ഇവിടെ അച്ഛനും അമ്മയും ഇപ്പൊ നാല് നനയ്ക്കുന്ന പോലെ ഒരു മനുഷ്യനെ നാറുന്നില്ല. എന്തുകൊണ്ട് ഇവിടെ ഭർത്താവ് നേരത്തെ പോയി? അതിനെക്കുറിച്ച് ആരും അറിയാവോ? ഇവിടെ ഈ സ്വഭാവം കൊണ്ടാണ് ആൾക്കാരെല്ലാം ചെയ്തു കൊടുക്കുന്ന ഓരോ വ്യക്തികളെ കുറിച്ച് കുറ്റം പറയാൻ മാത്രമേ ഉള്ളൂ ഇവർക്ക് നേരം. കുറ്റം പറയാൻ വേണ്ടി മാത്രം. ഞാൻ അങ്ങനെ പറയും. അത് കഴിഞ്ഞിട്ട് അതിനേക്കാളും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ, നമ്മളൊന്നും പറഞ്ഞില്ലെങ്കിലും നമ്മുടെ ചാനലിൽ വന്നിട്ട് റിയാക്ട് ചെയ്യും. കമന്റ് ഇടും. എന്താണ് നീ ഒന്നും പറയാത്തെ, എന്താണ് നീ അങ്ങനെ ചെയ്തത്, നീ എന്താ ഇങ്ങനെ ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ താഴെ വന്ന് കമന്റ് ചെയ്യും. ചേച്ചി ആരാ മോള്? വേറെ ലെവലാ. പിന്നെ ഞാൻ ഇതിന് മുന്നേ
എന്റെ നാട്ടിലേക്ക് മരിച്ച ടൈമിൽ ഒരു വീഡിയോ ഇട്ടിട്ടായിരുന്നു, ഷാജിന്റെ ഭർത്താവ് മരിക്കാൻ ഇതാ കാരണം, അല്ലെങ്കിൽ ഷാജി തൂങ്ങി മരിക്കാൻ ഇതൊക്കെ കാരണം എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അവരുടെ കാരണം ഞാൻ പുറച്ചതാണ്. ഭർത്താക്കന്മാർ നിനക്ക് കിട്ടിയെന്നാണ് നാട്ടുകാർ പറയുന്നത്. നിനക്ക് തല്ലുകൊണ്ട് ഓടിയെന്നാണ് ഞങ്ങൾ അറിയാൻ കഴിഞ്ഞത്. ഇല്ലാത്ത പെണ്ണുങ്ങളെ, യൂട്യൂബിൽ ഇല്ലാത്ത പെണ്ണുങ്ങൾ അവരുടെ അടുത്ത് ചോദിച്ചു നോക്കണം അവർ ഈ സമൂഹത്തിൽ അനുഭവിക്കുന്നത് എന്തൊക്കെയാണ്. ഭർത്താക്കന്മാരില്ലാത്തവരുടെ അവസ്ഥ എന്തൊക്കെയാണെന്ന് നീ അവരുടെ അടുത്ത് പോയി ചോദിച്ചു നോക്കണം. ചേച്ചിയുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാം. അത് ആ വയനാട്ടിലെ വിഷയം വന്നപ്പോൾ ഞങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായിട്ടുള്ളതാണ്. ഭർത്താക്കന്മാരില്ലാത്തതിന്റെ വിഷയത്തിൽ ചേച്ചി കാട്ടിക്കൂട്ടി ഓരോ കാര്യങ്ങളൊക്കെ 5 മക്കളെ ഇട്ടിട്ട് പോയിട്ട് അവിടെ പ്രൊമോഷൻ ആണെന്നും പറഞ്ഞിട്ട് നീ കാട്ടിക്കൂട്ടി ഏറ്റവും കാര്യങ്ങൾ എല്ലാം അറിയാം. ചേച്ചി വിധവാക്കാർ ഇടയ്ക്കല്ലേ എന്റെ പൊന്നോ. എനിക്കിപ്പോ എന്റെ തറവാട്ടിൽ എന്റെ 10-20 സെന്റ് സ്ഥലം വെറുതെ കിടക്കുന്നുണ്ട്. എന്റെ ബാബാന്റെ മുതൽ വെറുതെ കിടക്കുന്നുണ്ട്. എനിക്കതിന് 5 സെന്റ് സ്ഥലം തന്നാൽ തന്നെ എനിക്ക് അവിടെ വീട് വെച്ചുള്ളവൻ. പക്ഷേ തരില്ല. സ്വഭാവം ഇതാണ്. നിന്റെ ലൈവും കാര്യങ്ങളൊക്കെ കാണുന്നവർക്ക് നല്ല രീതിയിൽ അറിയാം നിന്റെ സ്വഭാവം എന്താണെന്ന്. അപ്പൊ പിന്നെ ആര് തരും? പറയൂ, ആരെങ്കിലും തരുമോ? എന്റെ ഉമ്മ കഷ്ടപ്പെട്ടവ നല്ല കഷ്ടപ്പാട് ഞാനിപ്പോ പെടുന്നില്ലേ. എന്തൊക്കെ കേട്ടിട്ട് ഞാൻ ഇപ്പോഴും ജീവിച്ചിരിപ്പ് മക്കളെ നോക്കിയിട്ട് ജീവിച്ചിരിക്കുന്ന ഞാനാണ് ഇപ്പോഴത്തെ കഷ്ടപ്പാട്. കാരണം വാപ്പയില്ല, ഉമ്മയില്ല, ആങ്ങളാരില്ല, കെട്ടിന്റെ ആൾക്കാരില്ല, ഉമ്മാന്റെ ആൾക്കാരില്ല, സ്വത്തില്ല, സ്വത്തുള്ളൂ. നല്ലൊരു യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ മാഡം, നല്ലൊരു യൂട്യൂബ് ചാനൽ ഉണ്ടാകും. കറക്റ്റ് ലോങ് വീഡിയോസ് ഇട്ട് പോയാൽ മാത്രം മതി. ലൈവിലൊന്നും വരേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ലോങ് വീഡിയോ ഇട്ട് പോകാൻ, നല്ല തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുക, നിങ്ങൾക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. നല്ല രീതിയിൽ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ എന്താണ് ലൈവിൽ വന്നിട്ട് തെറിയ വിളിയ അത് ഇത് മറ്റേത് മറിച്ചത്. ഒരാൾ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്തില്ല. നിങ്ങളുടെ ക്യാരക്ടർ അത്രയ്ക്ക് മോശമായിരുന്നു. പിന്നെ എല്ലാവരും തെറ്റിദ്ധരിക്കണം. എല്ലാ ഉമ്മമാരും ഒരിക്കലും ഒന്നല്ല. ഒരുപാട് ഉമ്മമാരെ എന്നെ സ്നേഹിക്കണം ഉമ്മമാർ, ഈ വീഡിയോ കാണുന്ന ഉമ്മമാർ ഒരുപാട് എണ്ണുണ്ട്. എനിക്ക് ഇപ്പോഴും വിളിച്ചോണ്ട് ഷാജി മോൾക്ക് കുട്ടികൾക്ക് സുഖമല്ലേ, നിനക്ക് വേണ്ടി ഞങ്ങൾ എന്നും ദുആ ചെയ്യും, നിന്റെ ഉമ്മ ചെയ്തത് ശരിയല്ല അന്ന് ഉമ്മാനെ. അയ്യോ, എന്നാ പിന്നെ ആ ഉമ്മമാർക്ക് വീട്ടിൽ കൊണ്ട് നിർത്തിക്കൂടെ? എന്നെ എന്തിനാണ് ഇവിടെ പൊതുശല്യമായിട്ട് നിൽക്കുന്ന? ആ ഉമ്മമാരോടെ പോവാം. ആ ഉമ്മമാർ വിളിക്കുമ്പോൾ നീ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എന്നെ കൂടെ കൂട്ട്, എന്റെ 5 മക്കളെയും കൂടെ കൂട്ട്, നമുക്ക് യൂട്യൂബ് ഫാമിലി ആയിട്ട് പോവാം, നമുക്ക് കണ്ടന്റ് ഒക്കെ ഇട്ട് പോകാന്നൊക്കെ നൈസായിട്ട് പറയാം. എന്തിനാണ് ഈ ഷാരിഫ് ഈ മറ്റേ പുതിയൊരുത്തരം കയറി വന്നിട്ടുണ്ട് ഈ ഫരീ, അവന്റെയൊക്കെ നെഞ്ചത്തോട്ട് പോകേണ്ട ആവശ്യം എന്തിന്? ഇവര് സത്യം പറഞ്ഞാൽ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഒരു കാര്യം പറയാം, നിങ്ങൾ ഭയങ്കര നെഗറ്റീവായിരുന്നു, ഭയങ്കര നെഗറ്റീവ്. ഞാൻ വിചാരിച്ചു ഒന്ന് ഒതുങ്ങിയെന്ന് കരുതിയാണ്. എന്തിന് ഈ ഒരു കാര്യം പറയാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്ട്രേറ്റ് പറയണം. അല്ലാതെ അവിടെ കമന്റ് ബോക്സിൽ ചെന്നിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കുന്നതൊക്കെ അത്ര നല്ല ശീലമൊന്നും അല്ല. വിളിക്കാൻ കാരണം ഉമ്മാന്റെ കയ്യിൽ അത്രയ്ക്ക് നന്നായതുകൊണ്ടാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഉമ്മമാരല്ല. പേരക്കുട്ടികൾക്ക് തുണി നോക്കി കൊടുക്കണ ഉമ്മമാരെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? എന്റെ വീട്ടിലുള്ള ആൾ അങ്ങനെയായിരുന്നു. ഞാൻ എത്ര പെർഫെക്റ്റ് ആയിട്ട് നോക്കിയാലും, എന്തൊക്കെ മേടിച്ചു കൊടുത്താലും, എങ്ങനെയൊക്കെ ചെയ്തു കൊടുത്താലും 3 പെൺകുട്ടികളിൽ 1 പെൺകുട്ടിക്ക് മാത്രം പരിഗണന കൊടുക്കണ, 2 പേരക്കുട്ടികൾക്ക് മാത്രം, 8-9 പേരക്കുട്ടികളുണ്ടെങ്കിലും 2 പേരക്കുട്ടികൾക്ക് മാത്രം പരിഗണന കൊടുക്കണം. ഏത് വീട്ടിൽ എങ്ങനത്തെ ഉമ്മമാരാന്ന് എനിക്കറിയില്ല. നമ്മളതൊക്കെ ആ കേസ് ആയിട്ട് കണ്ട എന്റെ പൊന്നു ചേച്ചി, നിങ്ങൾ ആ വീട്ടിൽ പോയി കാണിച്ച വൃത്തികൾ എന്താണെന്നും കണ്ടതാണ്. ഇടയ്ക്ക് പിന്നെ ചന്ദനക്കടത്ത് വരെ ആൾക്കാർ സംസാരിച്ചാണ്. അവിടുത്തെ വെട്ടും പാട്ടയും എല്ലാം പെറുക്കിക്കൊണ്ടുപോയ കഥകളൊക്കെ കേൾക്കുമ്പം ആ സമയത്തൊക്കെ ഒരു ട്രെൻഡ് ആയിരുന്നത്. ഷാജിദ ഉണ്ടാക്കിയ ഓളം, എനിക്ക് തോന്നുന്നു ഷാജിദ എന്ന് പറഞ്ഞ് വൻമരം വീണ സമയത്താണ് രേണുസുതിയുടെ ഒരു കടന്നുകയറ്റം വരുന്നത്. അപ്പൊ ആ ഉമ്മ എന്റെ ഇക്ക മരിക്കണ വരയ്ക്കും എന്റെ ഉമ്മാന്റെ അടുത്ത് മുണ്ടിയിട്ടില്ല, എന്റെ ഉമ്മ എന്റെ ഇക്കാനോട് മുണ്ടിയിട്ടില്ല, എന്റെ വീട്ടിലേക്കേ വരലില്ല. എപ്പോഴെങ്കിലും വരുന്ന ഒരാളാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടായി. കാരണം എന്റെ ഉമ്മാന്റെ ക്യാരക്ടർ അടിപൊളിയായിട്ട് അറിഞ്ഞ ഒരേ ഒരു മനുഷ്യന്റെ ഒക്കെയാണ്. എന്നോട് എല്ലാവരും ഉമ്മമാരാണ് പറഞ്ഞു കൊടുക്കാറുണ്ട് കല്യാണം കഴിഞ്ഞ് എങ്ങനെ ജീവിക്കണം. അങ്ങനെ എന്റെ ഇക്കയാണ് എനിക്ക് പറഞ്ഞു തന്നത്. നിന്റെ ഉമ്മ കോൾ വെച്ച് എന്താ പറയാ, എന്തെങ്കിലും പ്രശ്നം അത് പറഞ്ഞ ഉമ്മ എന്താ പറയാ പെട്ടെന്ന് പറയാം. എല്ലാ ഉമ്മമാരും അങ്ങനെ ആയിരിക്കും. പക്ഷെ ചില ഉമ്മമാർ എന്താ പറയാ, അതൊന്നും സാരില്ല, ഭർത്താവ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും. എന്റെ ഉമ്മ പറയും എന്താണ് ഉമ്മക്ക് അതിന്റെ വില അറിയാത്തതുകൊണ്ട്. കാരണം എന്താ ഭർത്താവിന്റെ കൂടെ ജീവിക്കാത്തതുകൊണ്ട് ഉമ്മക്ക് അതിന്റെ വില അറിയില്ല. ഉമ്മാന്റെ ഹസ്ബൻഡ് അങ്ങനെ ആയതുകൊണ്ട്, എന്റെ അത്ത അങ്ങനെ ആയതുകൊണ്ട് എന്റെ ഉമ്മക്ക് എല്ലാ ആണുങ്ങളോട് വെറുപ്പായിരുന്നു. എല്ലാ ആണുങ്ങളോട്, സ്വന്തം ആങ്ങളാരോട് മാത്രമുള്ള ആ വെറുപ്പില്ലാത്തത്. അതും 1-2 മാത്രം. വെറുതെ 8-9 ഉണ്ട്, പക്ഷെ 2 മാത്രമല്ല ആ സ്നേഹം കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പൊ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല്, എന്റെ ഉമ്മ ആ ഒരു അതിന് മുന്നേ എന്റെ ഇക്ക മരിക്കണവരിക്കും, എന്റെ ലാസ്റ്റ് മരിക്കുന്നതിന്റെ ആ സമയത്ത് മറ്റാണ് എന്റെ ഇക്ക വിളിച്ചിരിക്കുന്നത്. പിന്നെ കബീർക്ക മരിച്ചതിന് ശേഷം ഉള്ള ലൈഫ് എന്റെ മാത്രം ചോയ്സാണ്. എനിക്ക് എങ്ങനെ ജീവിക്കണം, ഞാൻ എങ്ങനെ ജീവിക്കണം, ഞാൻ എങ്ങനെ ഈ സമൂഹത്തിൽ നടക്കണം. ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് മുക്കിലിരുന്ന് കരയണ കാലം പണ്ട് ആ ഭർത്താവിനെ ദ്രോഹിച്ച കഥകളൊക്കെ കേട്ടപ്പം ചങ്ക് പൊട്ടി പോയിട്ടുണ്ട് നമുക്ക്. അതിന്റെ കുറച്ച് വോയിസും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് അത്രയ്ക്ക് ദ്രോഹിച്ച ടീമുകളാണ്. ഇപ്പൊ വന്നിട്ടിരുന്ന് മെഴുകുന്നു. ഏറ്റവും മരിച്ചതിന്റെ കാര്യം പറഞ്ഞിട്ടാണല്ലോ അയ്യോ ആ പാവത്തിന് കൊന്നു, അവള് അങ്ങനെ കൊന്നു കൊല വിളിച്ചു ആണോ. 15 കൊല്ലം ഇതിനെക്കാട്ടി കഷ്ടത്തിൽ കഴിഞ്ഞപ്പോ എനിക്ക് അയാളെ കൊല്ലേണ്ട ആവശ്യം വന്നിട്ടില്ല. പിന്നെ അല്ല ഈ സമയത്ത് ഞാൻ അയാളെ കൊല്ലും. എടാ എന്റെ ഇക്ക മരിച്ചത് ഇക്കാന്റെ പൊട്ട ബുദ്ധിക്ക് ചെയ്ത ആ ഒരു സംഭവമാണ്. പൊട്ടബുദ്ധി. ഇപ്പൊ അദ്ദേഹം രക്ഷപ്പെട്ടെന്ന് എഴുതി കാണും. ഓക്കെ, നീ നിന്റെ മക്കളെ, നിന്റെ കെട്ടിയോട് തൂറിയിട്ട മക്കളെ നീ
നീ വയനാട് പോയി ട്രിപ്പ് പോയി അതാക്കി ഇതാക്കി എന്നൊക്കെ നീ പറയുന്നുണ്ടല്ലോ. പിന്നെ ആർക്കൊക്കെയോ ഞാൻ എന്റെ അവിഹിതം അങ്ങനെ എന്റെ ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിനക്ക് ഇങ്ങോട്ട് നോക്കണം അതിന്റെ പോലെ. നിനക്ക് എന്താണ് നഷ്ടമായേ? നിനക്ക് എന്താണ് കല്യാണം കഴിഞ്ഞ് അല്ല മരിപ്പൊക്കെ കഴിഞ്ഞ് ഇതാക്കിയതിന് ശേഷം ഞാൻ കാസർഗോഡത്തെ ഒരു ചെക്കൻ എടാ നയിച്ച മോനെ എന്നെ സഹായിച്ച ഒരു ചെക്കന്റെ പിന്നെ ഞാൻ വെക്കുന്നില്ല. ഇപ്പോൾ ചേച്ചി രംഗത്ത് വന്നിട്ടുണ്ട്. ഒരു ഇൻട്രോ മാത്രം ഞാൻ കൊടുക്കുന്നുള്ളൂ. എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ ചേച്ചിയുടെ ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ഇതൊരു നടക്കി പോയില്ല.